ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വീക്കിലി റൗണ്ട് അപ്പിലേക്കാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ഒരു 4 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൺലൈനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിലേക്ക് പോവാം. അപ്പോ ISRO സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോ PSLV C-44 ഉപയോഗിച്ച് 2 സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് മൈക്രോസാറ്റ് 6 ആണ്. അപ്പൊ ISRO അത് ഞാൻ ഓൾറെഡി ഹിന്ദു ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞാണ്. ISRO ലോഞ്ച് ചെയ്തത് മൈക്രോസാറ്റ് 6 എന്ന് പറയുന്ന സാറ്റലൈറ്റ് മെയിൻലി ഫോർ മിലിറ്ററി പർപ്പസ് ആണ്. അത് പിന്നീട് ISRO ലോഞ്ച് ചെയ്തു. പിന്നീട് കലാം സാറ്റ് എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഒരു ചെറിയ സാറ്റലൈറ്റ് ആണ്. മെയിൻ ആയിട്ട് മൈക്രോസാറ്റ് 6 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്തു. പിന്നീട് ISROയുടെ ചെയർമാൻ എല്ലാവർക്കും അറിയാം, ശിവൻ, ഡോക്ടർ കെ ശിവൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരുവിൽ ആണ്. ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1969 ആണ്. അതുപോലെ രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കണം. PSLV C-44 എന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ലോഞ്ച് ചെയ്തെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത് DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ LRSAM എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ്. LRSAM എന്ന് അല്ല, അതിന്റെ LRSAM എന്ന് പറഞ്ഞ ആക്ച്വലി ഒരു കാറ്റഗറി ഓഫ് സാറ്റലൈറ്റ്സിനെ പറയുന്നത്. LRSAM ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നാണ്. ഈ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഒരെണ്ണം DRDO ഇപ്പൊ ലോഞ്ച് ചെയ്തു സക്സസ്ഫുൾ ആയിട്ട്. അപ്പം ഇത് പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, DRDOയുടെ ചെയർമാൻ ഡോക്ടർ ജി സതീഷ് റെഡ്ഡിയാണ്. DRDOയുടെ ചെയർമാൻ ഡോക്ടർ ജി സതീഷ് റെഡ്ഡി. DRDO പിന്നീട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അതുപോലെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയ തെലങ്കാന അവർ സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഫോം ചെയ്യാൻ പോവുകയാണ്. ദ തെലങ്കാന ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഫോം എ സ്റ്റേറ്റ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അപ്പോൾ സ്റ്റേറ്റ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് ഡ്വിഡ്ലിംഗ് പോപ്പുലേഷൻ ഓഫ് ടൈഗേഴ്സ്, അതാണ് അലാമിംഗ് റേറ്റിൽ അവിടെ സംഭവിക്കുന്നുണ്ട്. ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം ഒരു സ്റ്റേറ്റ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഫോം ചെയ്യാൻ തീരുമാനിച്ചു. അതിനെ സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് തെലങ്കാനയിലാണ് അറിഞ്ഞിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, കെ ചന്ദ്രശേഖര റാവു ആണ്. ചന്ദ്രശേഖർ റാവു. അതുപോലെ മലേഷ്യ എന്ന് പറയുന്ന കൺട്രി എല്ലാവരും കേട്ടിട്ടുള്ള കൺട്രിയാണ്. ഒരു ആസിയാൻ കൺട്രിയാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ ഉള്ള ഒരു കൺട്രിയാണ് മലേഷ്യ. മലേഷ്യയുടെ പുതിയ കിങ് ആയിട്ട് സുൽത്താൻ അഹമ്മദ് ഷാ എലക്ടഡ് ആയി. അദ്ദേഹമാണ് പുതിയ മലേഷ്യൻ കിങ്. പിന്നീട് മലേഷ്യയുടെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം, കോലാലംപൂരാണ്. കറൻസി റിംഗിറ്റ് ആണ്. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മഹാതിർ മുഹമ്മദ് ആണ്. മലേഷ്യക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മഹാതിർ മുഹമ്മദ്, MHATHIR, മഹാതിർ മുഹമ്മദ്. കറൻസി റിംഗിറ്റ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോ പിന്നീട് ഒരു പുതിയ സിഇഒയെ അപ്പോയിന്റ് ചെയ്തു. ഇൻഡിഗോയുടെ സിഇഒയുടെ പേരാണ് റെനോജോയ് ദത്ത. RONOJOY, റെനോജോയ് ദത്ത, DUTT. റെനോജോയ് ദത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോയുടെ സിഇഒ. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാർ എന്ന പേരിൽ ഇന്ത്യയുടെ ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഫൈറ്റർ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ ഒരു അവാർഡ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. ഒന്നുകൂടെ പറയാം, സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ, AAPDA, ആപ്ദ പ്രബന്ധൻ പുരസ്കാർ. അത് എന്തിനാണെന്ന് വെച്ചാല് 23rd ജനുവരിയിലാണ് എല്ലാ വർഷവും അവാർഡ് കൊടുക്കാൻ പോകുന്നത്. 23rd ജനുവരിയുടെ പ്രത്യേകത അറിഞ്ഞിരിക്കുക. 23rd ജനുവരിയിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ. അദ്ദേഹത്തിന്റെ പിന്നെ ഈ അവാർഡിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 51 lakhs rupees ആണ്. 51 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഈ വർഷം 8th Battalion of National Disaster Response Force located at Ghaziabad. 8th Battalion of National Disaster Response Force, NDRF. 8th Battalion of NDRF located at Ghaziabad. ഗാസിയാബാദിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 8th Battalion of National Disaster Response Force ആണ് ഈ അവാർഡ് കിട്ടിയത്. ഈ അവാർഡ് കൊടുക്കുന്നതും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ കമന്റബിൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരെ കാണും. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാർ. The government of India has instituted such an award in the name of the greatest freedom fighter Subhash Chandra Bose, and the award will be given every year on 23rd January. 23rd January is the birthday of Subhash Chandra Bose. This year, 8th Battalion of National Disaster Response Force located at Ghaziabad ആണ് സെലക്ട് ചെയ്യപ്പെട്ടത്. പിന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ 25th January. നാഷണൽ വോട്ടേഴ്സ് ഡേ 25th January. വോട്ടിങ്ങിനെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ്
നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ദിവസമാണ് 25 ജാനുവരി, നാഷണൽ വോട്ടേഴ്സ് ഡേ. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ദിവസം 25 ജാനുവരിയാണ്. അതാണ് കാരണം 1950 25 ജാനുവരിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അതാണ് ഇങ്ങനെ ഒരു ദിവസം അന്നാവാനുള്ള കാരണം. പിന്നീട് കൃഷ്ണ സോപ്തി മരിച്ചുപോയി. കൃഷ്ണ സോപ്തി ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. 93 years old ആയിരുന്നു കൃഷ്ണ സോപ്തി. SOBTI കൃഷ്ണ സോപ്തി ഹിന്ദി എഴുത്തുകാരിയാണ്. ജ്ഞാനപീഠ അവാർഡ് വിന്നറാണ്. ജ്ഞാനപീഠം അവാർഡ് വിന്നർ എന്നുള്ള പേരിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ജനറൽ അവയർനെസ് പഠിക്കുന്ന സമയത്ത്. കൃഷ്ണ സോപ്തി SOBTI. പുലിറ്റ്സർ പ്രൈസിനെ കുറിച്ചൊരു അവാർഡ് പേരുണ്ട്. പുലിറ്റ്സർ പ്രൈസ് എന്ന് പറഞ്ഞാൽ PULITZER പുലിറ്റ്സർ പ്രൈസ്. അമേരിക്കയിൽ നിന്ന് കൊടുക്കുന്ന ഒരു അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ്. ഇതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കും അതുപോലെ ലിറ്റററി ഫീൽഡിലും അവാർഡ് കിട്ടാറുണ്ട്. ജേർണലിസത്തിനും ലിറ്ററേച്ചറിനും ഇത് രണ്ടിനും ഈ അവാർഡ് കിട്ടാറുണ്ട്. പുലിറ്റ്സർ പ്രൈസ്, ജേർണലിസം ആൻഡ് ലിറ്ററേച്ചർ ഇതിന് രണ്ടിനും കൊടുക്കുന്ന അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ്. പിന്നീട് പ്രവാസി തീർത്ത് ദർശൻ യോജന എന്ന് പറയുന്നൊരു പുതിയ സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. പ്രവാസി തീർത്ത് TWRTH തീർത്ത് ദർശൻ യോജന. ഇത് എന്താണെന്ന് വെച്ചാല് എല്ലാ വർഷവും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ദ പ്രവാസി തീർത്ത് ദർശൻ യോജന, അണ്ടർ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ ഡയസ്പോര വിൽ ബി ടേക്കൺ ഓൺ എ ഗവൺമെന്റ് സ്പോൺസർഡ് ടൂർ ഓഫ് റിലീജിയസ് പ്ലേസസ് ഇൻ ഇന്ത്യ ട്വൈസ് എ ഇയർ. അതായത് ഇന്ത്യൻ ഡയസ്പോര എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളാണ് ഇന്ത്യൻ ഡയസ്പോര എന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് അവരെ ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലീജിയസ് പ്ലേസസ് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവരെ വിസിറ്റ് ചെയ്യിപ്പിക്കും. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മതങ്ങളുടെയും പ്രധാനപ്പെട്ട പിന്നീട് റിലീജിയസ് പ്ലേസസിന് പിന്നീട് ഇന്ത്യയുടെ പ്രവാസികൾക്ക് വിസിറ്റ് ചെയ്യുന്നതിനുള്ള ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് പ്രവാസി തീർത്ത് ദർശൻ യോജന. പിന്നീട് IAFTX 2019 ഇന്ത്യ ആഫ്രിക്ക ഫീൽഡ് ട്രെയിനിങ് എക്സർസൈസ്. IAFTX 2019 അത് ആഫ്രിക്കൻ കൺട്രീസും ഇന്ത്യയും കൂടെ ചേർന്നുള്ള ഒരു എക്സർസൈസ് ആണ്. ജോയിന്റ് ട്രെയിനിങ് എക്സർസൈസ് ആണ് ഇത്. മഹാരാഷ്ട്രയിലെ പൂനെയില് അതിന്റെ പിന്നീട് പ്രിലിമിനറി വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. IAFTX 2019 ഇന്ത്യ ആഫ്രിക്ക ഫീൽഡ് ട്രെയിനിങ് എക്സർസൈസ്. ഇന്ത്യയുടെ നേവൽ ചീഫ് ആണ് അഡ്മിറൽ സുനിൽ ലാംബ. അദ്ദേഹം നേവൽ ചീഫിനെ എപ്പോഴും പറയുന്ന അഡ്മിറൽ എന്നാണ്. നേവൽ ചീഫിന്റെ സ്ഥാനപ്പേര് അഡ്മിറൽ ആണ്. അഡ്മിറൽ സുനിൽ ലാംബ ഇന്ത്യയുടെ പുതിയ നേവൽ ബേസ് ഇപ്പൊ ഇനാഗ്രേറ്റ് ചെയ്തു. അത് ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞാണ്. ആൻഡമാൻ ഐലൻഡ്സില് അതിന്റെ പേര് INS കൊഹാസ എന്നാണ്. INS കൊഹാസ KOHASSA INS കൊഹാസ ന്യൂ നേവൽ ബേസ്. അത് എവിടെയാണെന്ന് വെച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് INS കൊഹാസ. ഇന്ത്യയുടെ ആയുഷ് മിനിസ്റ്ററാണ്. ആയുഷ് എന്ന് പറഞ്ഞാൽ AYUSH ആയുഷ്. ആയുർവേദ, യോഗ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അതാണ് ആയുഷ്. ആയുഷിന്റെ മിനിസ്റ്ററാണ് ശ്രീപദ് നായിക്. SRIPAD ശ്രീപദ് നായിക്. SRI അല്ല SHRIPAD ശ്രീപദ് നായിക് NAIK. ശ്രീപദ് നായിക് ആണ് ഇന്ത്യയുടെ ആയുഷ് മിനിസ്റ്റർ. ഇന്ത്യയുടെ ഇപ്പൊ അത് പറയാൻ കാരണം സെക്കൻഡ് വേൾഡ് ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം, രണ്ടാമത് വേൾഡ് ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം അദ്ദേഹമാണ് ഇനാഗ്രേറ്റ് ചെയ്തത് ഗോവയില് അദ്ദേഹം ഇനാഗ്രേറ്റ് ചെയ്തു. സെക്കൻഡ് വേൾഡ് ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം. പിന്നീട് വെനിസ്വേലയിലെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്യാനാണ്, ഞാനിപ്പോ പറയുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്ടർ ബാങ്കായ യെസ് ബാങ്കിന്റെ പുതിയ CEO ആയിട്ട് രവനീത് ഗിൽ അപ്പോയിന്റഡ് ആയി. രവനീത് ഗിൽ ന്യൂ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് യെസ് ബാങ്ക്. യെസ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതുപോലെ UN-ന്റെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട്, യുണൈറ്റഡ് നേഷൻസിന്റെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ GDP ഫിനാൻഷ്യൽ ഇയർ 20 7.6% ഗ്രോ ചെയ്യുന്നതാണ്. അത് എഴുതിയിലും കുഴപ്പമില്ല, കാരണം IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒക്കെ ഓരോരോ ഇതുപോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്.
പിന്നീട് പ്രവാസി ഭാരതീയ സമ്മാൻ അറിഞ്ഞിരിക്കുക. ഇന്ത്യയില് ഞാൻ പറഞ്ഞു പ്രവാസി ഭാരതീയ ദിവസ് ജാനുവരി 9-നാണ്. പക്ഷെ ഇപ്രാവശ്യം കുംഭമേളയുമായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്, ഇപ്പോഴത്തെ അലഹബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ് എന്നാണ്. പ്രയാഗ്രാജിൽ വെച്ചാണ് കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേള ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരാൻ വേണ്ടി പ്രവാസി ഭാരത ദിവസ് ഇപ്രാവശ്യം ജാനുവരി 21-നാണ് നടക്കുക. അല്ലെങ്കിൽ യഥാർത്ഥ പ്രവാസി ഭാരത ദിവസ് ജാനുവരി 9-നാണ്. അപ്പൊ ഈ പ്രവാസി ഭാരത ദിവസത്തിലെ ചീഫ് ഗസ്റ്റ് പ്രവിന്ദ് ജുഗ്നൌത്ത് ആയിരുന്നു. പ്രവാസി ഭാരത ദിവസത്തിൽ എല്ലാ വർഷവും ഒരു ചീഫ് ഗസ്റ്റ് കാണും. ഈ ചീഫ് ഗസ്റ്റ് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിലെ മെയിൻ ആളായിരിക്കും. അപ്പോ മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ഇന്ത്യൻ ഒറിജിൻ ആണ്. മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പ്രവിന്ദ് ജുഗ്നൌത്ത്, PRAVIND, പ്രവിന്ദ് ജുഗ്നൌത്ത്, JUGNAUTH. അപ്പം അദ്ദേഹമായിരുന്നു ഇപ്രാവശ്യത്തെ പ്രവാസി ഭാരത ദിവസത്തിലെ ചീഫ് ഗസ്റ്റ്. പ്രവാസി ഭാരത ദിവസത്തിൽ NRIസിന് സമ്മാനം കൊടുക്കുക. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ് പ്രവാസി ഭാരതീയ സമ്മാൻ. പ്രവാസി ഭാരതീയ സമ്മാൻ പ്രവാസി ഭാരത ദിവസത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് അവർക്ക്. പിന്നെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ് 24 ജാനുവരി. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 24 ജനുവരി. ഗേൾ ചൈൽഡിന്റെ എംപവർമെന്റിന് വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം സ്റ്റാർട്ട് ചെയ്തതും 24 ജാനുവരിയിലാണ്. ഇപ്പൊ 24 ജാനുവരി എന്ന് പറയുന്നത് ഗേൾ ചൈൽഡ് ഡേ ആണ്. ഇന്ത്യയിൽ ഗേൾ ചൈൽഡിന് വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ സിഗ്നേച്ചർ പ്രോഗ്രാമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനും 24 ജനുവരിയാണ്. യുണൈറ്റഡ് നേഷൻസ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് 24 ജനുവരി സെലിബ്രേറ്റ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ പിന്നീട് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനും 24 ജനുവരിയാണ്. 24 ജനുവരി. പിന്നെ ഇന്ത്യൻ നേവി ലാർജസ്റ്റ് എവർ കോസ്റ്റൽ ഡിഫൻസ് എക്സർസൈസ് ഇപ്പൊ നടത്തി. അത് ഞാൻ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് എവർ കോസ്റ്റൽ ഡിഫൻസ് എക്സർസൈസ്. ഇന്ത്യയുടെ എൻറ്റയർ കോസ്റ്റൽ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലാണ് നേവി എക്സർസൈസ് നടത്തിയതിന്റെ പേര് സീ വിജിൽ എന്നായിരുന്നു. സീ വിജിൽ എക്സർസൈസ്, സീ വിജിൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 കണ്ടെയ്നർ പോർട്ടുകൾ സെലക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒറ്റ കണ്ടെയ്നർ പോർട്ട് മാത്രമേ ഉള്ളൂ. അത് JNPT ആണ്, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നീട് പ്രാധാന്യം അർഹിക്കുന്ന കണ്ടെയ്നർ പോർട്ടുകൾ സെലക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒറ്റ കണ്ടെയ്നർ പോർട്ടുകൾ മുംബൈയിലെ JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. അരുണാചൽ പ്രദേശ് പക്കെ ഹോൺബിൽ ഫെസ്റ്റ്, PAKKE, പക്കെ ഹോൺബിൽ ഫെസ്റ്റ് അവരുടെ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആയിട്ട് അനൗൺസ് ചെയ്തു. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. നോർത്ത് ഈസ്റ്റിലെ തന്നെ അരുണാചൽ പ്രദേശിന് അടുത്ത് കിടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ആയ നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഏറ്റവും ഫേമസ്. പക്ഷെ അരുണാചൽ പ്രദേശുകാർ പക്കെ ഹോൺബിൽ ഫെസ്റ്റിവൽ, PAKKE, പക്കെ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് അവരുടെ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ പേമ ഖണ്ഡു ആണ്. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ പേമ ഖണ്ഡു, PEMA, പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശിന്റെ ഗവർണർ ബ്രിഗേഡിയർ BD മിശ്ര. പിന്നെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയ്ക്ക് 3 പേർ സെലക്ടഡ് ആയി. അത് ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഭാരതരത്ന ഇന്ത്യയിൽ ഒരു സിവിലിയന് കിട്ടാവുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരം. അതിനപ്പുറം ഒരു അവാർഡ് ഇന്ത്യയിൽ ഇല്ല. ഭാരതരത്ന കിട്ടിയ 3 പേരിൽ ഒരാള് എല്ലാവർക്കും പരിചിതനാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജി, കോൺഗ്രസ് പൊളിറ്റീഷ്യൻ ആയിരുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിക്കാണ് ഭാരതരത്ന കിട്ടിയ ഒരാൾ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഭൂപേൻ ഹസാരിക, BHUPEN, ഭൂപേൻ ഹസാരിക, HAZARIKA. ആസാം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നമുക്ക് യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ എന്താണോ അതിലും വലിയ വികാരമാണ് ആസാമികൾക്ക് ഭൂപേൻ ഹസാരിക. അവർ കണ്ട ഏറ്റവും വലിയ സിംഗർ, ലെജൻഡറി സിംഗർ, അതാണ് ഭൂപേൻ ഹസാരിക. അദ്ദേഹത്തിനാണ് രണ്ടാമത്തെ ഭാരതരത്ന. മൂന്നാമത്തെ ഭാരതരത്ന നാനാജി ദേശ്മുഖിനാണ്. നാനാജി ദേശ്മുഖ്, NANAJI, നാനാജി ദേശ്മുഖ്, DSHMUKH. നാനാജി ദേശ്മുഖ് ഒരു സോഷ്യൽ റിഫോമറും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിനാണ്. പക്ഷെ RSSന്റെ ഒരു താത്വികാചാര്യനും കൂടിയാണ്. അപ്പൊ ആ ഒരു ലിങ്കും കൂടെ അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടാൻ കാരണമായി കാണാം. അപ്പൊ എന്തായാലും ഈ 3 പേർക്കാണെങ്കിൽ ഭാരതരത്ന ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത്.
വോഡാഫോൺ ഐഡിയ കമ്പനി, വോഡാഫോൺ ഐഡിയകളെ മറിച്ച് ചെയ്ത് വോഡാഫോൺ ഐഡിയ എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയായിട്ട് മാറുന്ന എല്ലാവർക്കും അറിയാം. വോഡാഫോൺ ഐഡിയ 25,000 crores റൈറ്റ് ഇഷ്യൂ വഴി കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ ഷെയർ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ഷെയർ ഇഷ്യൂ എന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ വഴി 25,000 crores വോഡാഫോൺ ഐഡിയ അക്വയർ ചെയ്യാൻ പോകുന്നു. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി മാത്രമുള്ള പിന്നീട് ഇഷ്യൂവിനെയാണ്. ഇപ്പൊ വെളിയിൽ നിന്നുള്ള മറ്റു ഷെയർ ഹോൾഡേഴ്സിന് ബൈ ചെയ്യാൻ പറ്റത്തില്ല. കുമാരമംഗലം ബിർളയാണ് വോഡാഫോൺ ഐഡിയ കമ്പനിയുടെ ചെയർമാൻ. ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 80 ആണ്. ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് അതിൽ ഇന്ത്യയുടെ റാങ്ക് 80. 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡും, 2ാം സ്ഥാനത്ത് സിംഗപ്പൂരും, 3ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ആണ്. 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്, സെക്കൻഡ് സിംഗപ്പൂർ, 3ാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യ 80ാം സ്ഥാനത്താണ്. അത് വളരെ മോശം പൊസിഷനാണ്. ടാലന്റ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ്. ഇന്ത്യയുടെ ഋഷഭ് പന്ത്, ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്താണ് ICCയുടെ എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ ഋഷഭ് പന്ത്, PANT. മുഹമ്മദ് ഷമി, ഇന്ത്യ 100 വൺഡേ വിക്കറ്റുകൾ ഏറ്റവും വേഗതയിൽ തേക്കുന്ന ബൌളറായി ഇന്ത്യയുടെ മുഹമ്മദ് ഷമി മാറി. ഇന്ത്യക്കാരായ ബൌളേഴ്സിന്റെ കൂട്ടത്തിലാണ്. ഇന്ത്യക്കാരായ ക്രിക്കറ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും വേഗതയിൽ 100 വിക്കറ്റുകൾ തേക്കുന്ന ബൌളർ എന്നുള്ള ബഹുമതി മുഹമ്മദ് ഷമിക്കാണ് ഇനി മുതൽ. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ 2 തവണ മെഡൽ നേടിയ ഹോക്കി ടീമിലെ പ്ലെയർ ആയിരുന്ന രഘ്ബീർ ബോല മരിച്ചുപോയി. RAGHBIR, രഘ്ബീർ ബോല, BHOLA, രഘ്ബീർ ബോല, അദ്ദേഹം മരിച്ചുപോയി. 2 തവണ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ടീം അംഗമാണ്. ഇപ്പോഴത്തെ പ്രവാസി ഭാരത് ദിവസത്തിന്റെ തീം ഇതായിരുന്നു, റോൾ ഓഫ് ഇന്ത്യൻ ഡയസ്പോര ഇൻ ബിൽഡിംഗ് ന്യൂ ഇന്ത്യ. അതായിരുന്നു ഇപ്പോഴത്തെ പ്രവാസി ഭാരത് ദിവസത്തിന്റെ പിന്നീട് തീം. ഇന്ത്യൻ സ്റ്റീൽ 2019 എക്സിബിഷൻ മുംബൈയിൽ നടന്നു. ഇന്ത്യ സ്റ്റീൽ 2019 എക്സിബിഷൻ നടന്നത് മുംബൈയിലാണ്. ഇന്ത്യ സ്റ്റീൽ 2019 എക്സിബിഷൻ. മഡഗാസ്കർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ആൻഡ്രി രജോലിന അധികാരമേറ്റു. ആൻഡ്രി രജോലിന, ROJOELINA, മഡഗാസ്കർ, MADAGASCAR, മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റ്. അറിഞ്ഞിരിക്കുക. പിന്നെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ അവാർഡ്സ് ഇപ്പൊ ഋഷഭ് പന്തിന് എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയ പോലെ വിരാട് കോഹ്ലിക്ക് 3 അവാർഡ് കിട്ടിയ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. വിരാട് കോഹ്ലിക്ക് മാത്രമേ വേൾഡ് ക്രിക്കറ്റിൽ അങ്ങനെ 3 അവാർഡ്സ് ഒരുമിച്ച് കിട്ടിയിട്ടുള്ളൂ. ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, വൺ ഡേ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, അങ്ങനെ 3 അവാർഡ്. ക്രിക്കറ്റർ ഓഫ് ദി ഇയറിന് ICC കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് ഗാരിഫീൽഡ് സോബേഴ്സ് ട്രോഫി. ICCയുടെ ചെയർമാൻ ശശാങ്ക് മനോഹറാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ്. ICC CEO മനു സാവ്നി, SAWHNEY. അതുപോലെ സൗദി അറേബ്യ കൊടുക്കുന്ന ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ മെറ്റീരിയൽ റിസർച്ച്. ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ മെറ്റീരിയൽ റിസർച്ച്. ഇന്ത്യയുടെ റിനൗണ്ട് സയന്റിസ്റ്റും ഭാരത് രത്ന ജേതാവുമായ CNR റാവു സെലക്ട് ആയി. CNR റാവുവിനാണ് ഇപ്രാവശ്യത്തെ ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ മെറ്റീരിയൽ റിസർച്ച് വിച്ച് ഇസ് ഗിവൻ ഫ്രം സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ നിന്നല്ല, UAE എന്നാണ് കൊടുക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ CEO സത്യ നാദല്ല. മൈക്രോസോഫ്റ്റ് വേൾഡിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അതിന്റെ CEO ആണ് സത്യ നാദല്ല. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ IBBI. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ IBBI എല്ലാവർക്കും അറിയാം. അതിന്റെ അവർ അപ്പോയിന്റ് ചെയ്ത ഗ്രൂപ്പ് ഇൻസോൾവൻസിയെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റി. ഗ്രൂപ്പ് ഇൻസോൾവൻസി
IBBA എന്ന് പറഞ്ഞാൽ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അവര് ഗ്രൂപ്പ് ഇൻസോൾവൻസിയെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റിയുടെ ഹെഡായിട്ട് UK സിൻഹയെ അപ്പോയിന്റ് ചെയ്തു. UK സിൻഹ ഗ്രൂപ്പ് ഇൻസോൾവൻസിയെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റിയുടെ ഹെഡായിട്ട് UK സിൻഹയെ അപ്പോയിന്റ് ചെയ്തു. ഈ ഇടയ്ക്ക് ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ MSME സെക്ടറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡായിട്ടും UK സിൻഹയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടും കറക്റ്റ് ആണ്. അത് RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ കുറിച്ച് പഠിക്കാൻ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി RBI ആണ് ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അതിന്റെ ഹെഡ് UK സിൻഹയാണ്. ഇപ്പൊ IBBA ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ഇൻസോൾവൻസിയെ കുറിച്ച് പഠിക്കാൻ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ഹെഡും UK സിൻഹയാണ്. അദ്ദേഹം ഫോമർ സെബി ചെയർമാനാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പഴയ ചെയർമാനാണ്, ഇപ്പൊ അല്ല. അതുപോലെ ഈ IBBAയുടെ ചെയർമാൻ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഭാനുപ്രതാപ് ശർമ്മയാണ്. ഭാനുപ്രതാപ് ശർമ്മ. ഇന്ത്യൻ കറൻസി 100 രൂപയ്ക്ക് മുകളിലുള്ള ഇന്ത്യൻ കറൻസിയുടെ സർക്കുലേഷൻ ബാൻ ചെയ്ത രാജ്യം നേപ്പാളാണ്. നേപ്പാളിൽ ഇന്ത്യൻ കറൻസീസ് യൂസ് ചെയ്യാം. അവിടെ ലീഗൽ ടെൻഡറാണ്. നേപ്പാളിലെ ഇന്ത്യൻ കറൻസി ഇന്ത്യയിൽ എങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ യൂസ് ചെയ്യാം. പക്ഷെ അവർ ഈ ഇടയ്ക്ക് 100 രൂപയ്ക്ക് മുകളിലുള്ള ഇന്ത്യൻ കറൻസി എല്ലാം ബാൻ ചെയ്തു. 100ഉം അതിന് താഴെയുള്ള കറൻസീസ് മാത്രമേ ഇനി അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേപ്പാളിലെ സെൻട്രൽ ബാങ്കാണ് ഇങ്ങനെ ഡിസിഷൻ എടുത്തത്. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ നേപ്പാളിന്റെ സെൻട്രൽ ബാങ്കാണ് നേപ്പാൾ രാഷ്ട്ര ബാങ്ക്. സ്വീഡന്റെ പ്രൈം മിനിസ്റ്റർ സ്റ്റെഫാൻ ലോയ്ഫൻ, STEFAN, സ്റ്റെഫാൻ ലോയ്ഫൻ, LOFVEN, സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ, LOFVEN, സ്റ്റെഫാൻ ലോയ്ഫൻ. വേൾഡിലെ ഫസ്റ്റ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ ഫോർ 2020 ആയിട്ട് റിയോ ഡി ജനീറോയെ സെലക്ട് ചെയ്തു. റിയോ ഡി ജനീറോ, ബ്രസീലിയൻ സിറ്റിയായ റിയോ ഡി ജനീറോയെ ഫസ്റ്റ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ ഫോർ 2020. അതൊരു ബഹുമതിയാണ്, അത്രേ ഉള്ളൂ. അതിനടുത്ത് 2021 ആകുമ്പോൾ വേറൊരു സിറ്റി സെലക്ട് ചെയ്യും. 2022 വേറൊരു സിറ്റി സെലക്ട് ചെയ്യും. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റി സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ ഫോർ 2020, ആ ഒരു ഇയറിലേക്ക് മാത്രം ബ്രസീലിന്റെ പ്രധാനപ്പെട്ട സിറ്റിയായ റിയോയെ സെലക്ട് ചെയ്തു. റിയോ ഡി ജനീറോയെ സെലക്ട് ചെയ്ത് യുനെസ്കോ ആണ് സെലക്ട് ചെയ്യുന്നത്. യുനെസ്കോ എല്ലാവർക്കും അറിയാം. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആണ് ഓഡ്രി അസൂലെ, AUDREY, ഓഡ്രി അസൂലെ, AZOULAY, ഓഡ്രി അസൂലെ. അറബ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് സമ്മിറ്റ് ലെബനന്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിൽ നടത്തി. ഇപ്പം അറബ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് സമ്മിറ്റ്, അറബ് കൺട്രീസിന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് സമ്മിറ്റ് ലെബനന്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിൽ വെച്ച് നടത്തി. വേൾഡ് എക്കണോമിക് ഫോറം WEFന്റെ മീറ്റിംഗ് ദാവോസിൽ വെച്ച് നടന്നു. WEF വേൾഡ് എക്കണോമിക് ഫോറം, അതിന്റെ പെർമനന്റ് വെന്യൂ ദാവോസ് ആണ്. അത് അവിടെ വെച്ച് നടക്കുള്ളൂ. നടന്ന് ദാവോസ്, DAVOS, ദാവോസ് സ്വിറ്റ്സർലൻഡ് ആണ് ദാവോസ്, അവിടെ വെച്ചാണ് നടന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫൗണ്ടർ ക്ലോസ് ഷ്വാബ് ആണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫൗണ്ടർ ക്ലോസ്, KLAUS, ക്ലോസ് ഷ്വാബ്, SCHWAB, ക്ലോസ് ഷ്വാബ്. സൻസദ് രത്ന അവാർഡ് എന്ന് പറയുന്ന പാർലമെന്റ് എംപിമാർക്കുള്ള അവാർഡ് കിട്ടിയത് അനുരാഗ് താക്കൂറിനാണ്. സൻസദ് രത്ന അവാർഡ് അനുരാഗ് താക്കൂറിന് കിട്ടി. BJPയുടെ MP ആണ് അനുരാഗ് താക്കൂർ. സൻസദ് എന്ന് പറഞ്ഞ പാർലമെന്റ് എംപിമാർക്കുള്ള അവാർഡാണ്. ഈ അവാർഡ് അത് കിട്ടിയത് അനുരാഗ് താക്കൂറിന്. ന്യൂ MD ആൻഡ് CEO ഓഫ് IDFC ഫസ്റ്റ് ബാങ്ക് V. വൈദ്യനാഥൻ. IDFC ഫസ്റ്റ് ബാങ്കിന്റെ പുതിയ MDയും CEOയും V. വൈദ്യനാഥൻ. IDFC ഫസ്റ്റ് ബാങ്കിന്റെ MD ആൻഡ് CEO V. വൈദ്യനാഥൻ. മസാസോ നൊനാക്ക, വേൾഡിലെ ഓൾഡസ്റ്റ് മാൻ ജപ്പാൻകാരനായ മസാസോ നൊനാക്ക ആയിരുന്നു. MASAZO, മസാസോ നൊനാക്ക. അദ്ദേഹം മരിച്ചുപോയി. മസാസോ നൊനാക്ക, NONAK, അത് ജപ്പാൻകാരനായിരുന്നു. അദ്ദേഹമാണ് വേൾഡിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ എന്നറിയപ്പെട്ടത്. അദ്ദേഹം ഇപ്പോ റീസെന്റ് ആയിട്ട് മരിച്ചുപോയി. വേൾഡിലെ ഏറ്റവും പ്രായം കൂടിയ ആള്. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് ഈ വീക്കില് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള അപ് ടു 25th Jan വരെയുള്ള വീക്കിലി റൗണ്ട് അപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 26 തൊട്ട് January 1 തൊട്ടുള്ളത് അടുത്ത വീക്കിൽ ചെയ്യാം. February 1 തൊട്ടുള്ള അടുത്ത വീക്കിൽ ചെയ്യാം. താങ്ക് യു.